ഇപ്പൊ നമ്മള് ഫുൾ ഐസിന്റെ സ്ഥലത്ത് വന്നേ. ഫുൾ ഐസ് എന്ന് വെച്ചാൽ ഫുൾ ഐസ്. റോഡിലോട്ടൊക്കെ ചെറുതായിട്ട് ഐസ് ഇറങ്ങി കിടപ്പുണ്ട് കേട്ടോ. കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ സൈഡില് നിർത്തി കാണുന്നുണ്ട്. നമുക്കിനി എത്ര സമയമുണ്ട്? 5 മിനിറ്റ്. 5 മിനിറ്റേ ഉള്ളു നമുക്ക്. കണ്ട ഇത് കണ്ടോ? സൂപ്പർ ഫുൾ ഐസ്. നമുക്കിനി മണ്ടയില് പോയിട്ട് നിർത്താം. കാരണം ഇനി ഇടക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോവുകയും ചെയ്യും. പിന്നെ ഐസ് എല്ലായിടത്തും. പിന്നെ വരുന്ന വണ്ടിക്കും പോകുന്ന വണ്ടിക്കൊക്കെ ബുദ്ധിമുട്ടും സൈഡിലൊക്കെ നിർത്തി. സ്ഥലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കണ്ട 2 സൈഡിലും മഞ്ഞ കിടക്കുന്നതാണ്. നമ്മള് നിർത്താന് സൗകര്യവും ഇല്ല. കണ്ട ഐസ് പാളി പോലെ ഇങ്ങനെ കൂർത്തൊക്കെ ഇരിക്കുന്ന സൈഡില്. 2.4 കിലോമീറ്ററൂടെ ഉള്ളു കേട്ടോ. ഇനി കണ്ട അവിടെ ഫുള്ള് വണ്ടികളൊക്കെ ഉണ്ട്. എന്റെ നെറ്റ് കാണിക്കുന്നില്ല ടെമ്പറേച്ചർ നോക്കാൻ. നമ്മളപ്പോ ഇവിടെ നമ്മളിവിടെ മണ്ടയിലെത്തി. ഇവിടെ നല്ല കാറ്റാ കേട്ടോ. കാറ്റ് തണുപ്പൂടെ ആയോണേ ഒരു രക്ഷയില്ല. ഭയങ്കര വ്യൂ ആ ഇവിടെ കേട്ടോ. നല്ല വണ്ടി ഇങ്ങനെ കിടക്കുക. നമ്മളപ്പം മഞ്ഞിൽ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇപ്പൊ 3 ടെമ്പറേച്ചർ. 3 ഡിഗ്രിയാ. വിറയ്ക്കുക അവള്. സഹിക്കാൻ പറ്റണില്ല. ഈ മഞ്ഞിന്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കുക കേട്ടാ. ഇവിടെ വെട്ടം കുറവാ. കാരണം വെയിൽ ഇങ്ങോട്ട് അടിക്കാത്തത് കൊണ്ട് വെട്ടം കുറവാ ഇവിടെ. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാ. സഹിക്കാൻ പറ്റുന്ന. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിരിക്കുക കേട്ടാ. കണ്ട പുറകില് ഫുള്ള് മഞ്ഞുമലയാ. സംസാരിക്കാൻ പറ്റണില്ല സത്യത്തില്. ഇതേ ഒരു ഗ്ലൗസിന്റെ ഒരു പെയർ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നമ്മുടെ ഗ്ലൗസ് വേറെ തമ്മിൽ മാറിപ്പോയെന്ന് തോന്നുന്നു. നമ്മളപ്പോ താഴത്തോട്ട് ഇറങ്ങും കേട്ടാ. ഭയങ്കര തണുപ്പാട്ടോ. ഭയങ്കര തണുപ്പാ. കാറ്റുണ്ട്. അതാ കാറ്റും അതെ തണുപ്പും. 3 കേട്ടോ ടെമ്പറേച്ചർ. അതുകൊണ്ട് നമ്മള് പുറത്തിറങ്ങി ഒത്തിരി നേരം നിക്കാൻ പറ്റത്തില്ല. നമ്മളാണെങ്കിലും ഇറങ്ങി പിന്നെ അകത്ത് വന്ന് ചൂടിട്ട് പിന്നെ പുറത്തിറങ്ങി അങ്ങനെ നമ്മള് ഇപ്പം ചെയ്തത്. ഇനിയിപ്പോ ഒട്ടും നമുക്ക് നിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഇനിയിപ്പോ നമുക്ക് ഇത് ഇരുട്ടണതിന് മുന്നേ ഐസൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ പോണം. അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ചിറങ്ങുക. ഈ ബാഡൻ ടണലിന്റെ അവിടെ വരെ പെട്ടെന്ന് നമുക്ക് പോവാം. നമുക്ക് നേരെ അടിച്ചുവിട്ട് അടൽ ടണലിന്റെ അവിടെ പോയിട്ട് താഴ്ച ഇറങ്ങുകയും ചെയ്യും. ഗോപ്രയാണോ? നമ്മളപ്പം ഫുള്ള് മഞ്ഞാട്ടോ. നമ്മൾ തണുപ്പ് കാരണം ഞാൻ ഇറങ്ങിയിട്ട് മൂക്കിന്നൊക്കെ ഇങ്ങനെ വെള്ളം പോലെ വരുവായിരുന്നേ. കൊറേ നേരം എടുക്കും നമുക്ക് ഈ ഒരു ഇത് മാറാൻ വേണ്ടിട്ട്. കാരണം ഫുള്ള് മരവിച്ച കയ്യും എല്ലാം മരവിച്ചു. നമ്മൾ ഈ വീഡിയോയും ഫോട്ടോയും ഗോപ്രോയും ഒക്കെ എടുക്കുമ്പോഴേ കൈ ഗ്ലൗസ് നൂരും. അപ്പം
പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്ലൗസ് ഇടും, പിന്നെ വീണ്ടും നമ്മൾ ഫോൺ നെക്കണ്ടേ, അല്ലെങ്കിൽ നമ്മള് ഗോപ്രേ ഓൺ ആക്കും, ഗ്ലൗസ് ഇടും, പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആക്കണ്ടേ, അപ്പൊ വീണ്ടും ഗ്ലൗസ് ഊരും. അങ്ങനെ പിന്നെ കൊറേ നേരം നമ്മൾ ഗ്ലൗസ് ഇടാതെ തന്നെ അങ്ങ് ചെയ്യുമായിരുന്നു. എല്ലാം കൂടെ ആയപ്പോഴേക്ക് നല്ല മരവിച്ച്. ഇപ്പോഴും ഇതൊക്കെ ചാടുന്നുണ്ടോ? വണ്ടി ഒന്നും നോക്കാതെ ആൾക്കാര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഓടുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റോഡായോണ്ട് ഇതേ നോക്ക്, റോഡിന് നടുക്ക് വന്ന് നിക്കാം. നമുക്ക് വെട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കാരണം സൈഡില് കുഴിയും ഇപ്പുറത്ത് മഞ്ഞ്. നമ്മള് വണ്ടി മാറ്റാനാണെങ്കിൽ ഇങ്ങോട്ട് മാറ്റാനാ. ഈ ആൾക്കാരൊക്കെ ചുമ്മാ സ്ഥലം ഇല്ലാത്തടത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ കല്ലിന്റെ മുകളില് ഒന്നങ്ങ് മാറിയാ മതി, അങ്ങനെയൊക്കെയാ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത്. നമ്മള് വരുമ്പോ അതൊക്കെ ശ്രദ്ധിക്കാം, നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. ഫോട്ടോ ഒക്കെ പോവും, നമ്മുടെ സേഫ്റ്റി നമ്മൾ എപ്പോഴും നോക്കുക. നിക്കാൻ പറ്റുന്നിടത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ ഇവിടെ ഒരുപാട് മറ്റിങ്ങനെ ചോളം വിൽക്കുന്ന ആൾക്കാര്, പിന്നെ ക്യാമറ അതൊക്കെ ഉണ്ട് കേട്ടോ, ഗ്ലൗസ് വിൽക്കുന്നവര്. അത് പക്ഷെ അവരവരുടെ ജീവിതമാർഗമാണ്. എങ്കിലും നമ്മുടെ അടുത്ത് ഒരുപാട്, നമ്മളിപ്പോ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ വേണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും വരും. അപ്പൊ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. നമ്മളപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുവാട്ടാ. ഈ കേറിയതിനേക്കാൾ രസം കേട്ടോ തിരിച്ചിറങ്ങാണ്. ശരിയാ, ഇങ്ങനെ റോഡ് ഫുള്ള് കാണാം നമുക്ക്. കേറുന്നതിലും നല്ലത് ഇറങ്ങുന്നത്. കണ്ട ഇവിടെയൊക്കെ ഷോപ്പ് നമ്പർ ഒക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോ കണ്ട പോലെ ഉണ്ട്. അതുകൊണ്ട് അവിടെ എന്തൊക്കെയാ പരിപാടി ഉണ്ട് കേട്ടോ, ഇറങ്ങി ഇറങ്ങുന്നൊക്കെ. സംഭവം പേരെന്താണ്? നല്ല രസമായിട്ട്. ഞാനൊന്നും ഇറങ്ങി, പക്ഷെ കുറച്ചേ ഇറങ്ങിയുള്ള മേളില്. നമ്മളുടെ ഈ ഡ്രസ്സ്, എന്റെ ഈ ഡ്രസ്സൊക്കെ പാന്റ് നിരങ്ങിയ ചിലപ്പോ വെള്ളം പോലെ വലിയ ഇറങ്ങി അങ്ങ് ഇറങ്ങി. അപ്പൊ ഈ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നവരൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു തണുപ്പ് സഹിച്ചാവോ. കണ്ടോ, ഇതിന്റെ മുകളില് കൊറേ ആൾക്കാർ നിൽക്കുന്ന. അവര് മറ്റേ അവിടുന്ന് മുകളിൽ നിന്ന് അവരെ ഇങ്ങനെ നിരക്കി വിടും, എന്നിട്ട് അവര് താഴത്ത് വന്ന് നിൽക്കും. അതെന്തോ ഒരു സാധനം ഉണ്ട് ഇരുന്ന് പോകാൻ. അതിന്റെ ഒരു പേര് എന്താന്ന് ഓർക്കുന്നില്ല. അല്ല, അതിരുന്ന് പോകാൻ ഒരു സീറ്റിന്റെ അകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ടയർ പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിന്റെ അകത്ത് ഇരുന്നിട്ടാ നമ്മളിങ്ങനെ നിരക്കി അവരിങ്ങനെ വിടും. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ മഞ്ഞ് കിടപ്പുണ്ട്. അത് മുന്നേ വന്നപ്പോഴും കുറച്ച് ഭാഗത്തുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു കുറച്ച് ഭാഗം, ബാക്കിയൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ ഐസ് ഇങ്ങനെ പാളി പോലെ കട്ടി പിടിച്ചാ കിടക്കുന്നെങ്കിൽ വണ്ടി തെന്നും. ഇതിപ്പം പൗഡർ പോലെ കിടക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അത് ഒരു കുറച്ച് സ്ഥലത്തേ ഉള്ളു കേട്ടോ, ബാക്കിയൊക്കെ ഓക്കെയാ. കാരണം നമ്മള് കേറി പോയപ്പോഴും ഉണ്ടായിരുന്നല്ലോ കുറച്ച് സ്ഥലത്ത് റോഡ് മോശം. ഇത് ഇറങ്ങാൻ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യാം. ഇനിയിപ്പോ എനിക്ക് തിരിച്ചു വരുന്ന വണ്ടികളും കുറവായിരിക്കും, കാരണം ഇനിയിപ്പോ അധികം കേറി പോവാൻ സാധ്യത കുറവാ. കാരണം പിന്നെ ഇനിയിപ്പോ മുകളിൽ ചെന്ന് പിന്നെ തിരിച്ചിറങ്ങാൻ നല്ല ടൈം എടുക്കുമല്ലോ. ഞങ്ങളെ അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു കഫറ്റീരിയയിലോട്ട് നിർത്തിയതാ കേട്ടോ. ഒന്നുമില്ല, മാഗിയും ഓംലെറ്റും ആണ്. വേണ്ട ഇതാ ഇത്തരത്തിലെ വണ്ടികൾ ഇവിടെ കാണും കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ കാണാം.
ഇടയ്ക്ക് നിർത്തി കഴിക്കാനൊക്കെ ആയിട്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, അതാ ഈ പറയുമ്പം നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ 3 ചായയും അവർക്ക് ഓംലെറ്റും മാഗിയും ഞങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വരട്ടെ, അതുവരെ ഇവിടെ നിൽക്കാം. നമ്മുടെ ചായ വന്നപ്പം കേട്ടോ, ഇവിടെ എവിടെ നിന്നാലും വെട്ടമില്ല കേട്ടോ, എങ്ങോട്ട് നിന്നാലും വെട്ടമില്ല. നമ്മുടെ ഇവിടെ ചെറിയൊരു വെട്ടം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചായ വന്നാൽ നല്ല ചൂട് ചായ. അപ്പോൾ നമ്മുടെ ചൂട് ചായ കുടിക്കുക. ഇതേണ്ട ഈ വ്യൂ കണ്ടു നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ. നമ്മളപ്പം മാഗി ഓംലെറ്റും മേടിച്ചു. ഞാൻ പറഞ്ഞ മാഗി അപ്പം വന്നു കേട്ടോ, നല്ല ചൂട് മാഗി. നല്ല രസമുണ്ട് ഈ തണുപ്പത്ത് നിന്ന് മാഗി കഴിക്കാൻ. ഞാൻ ഓംലെറ്റും കഴിച്ച് ഞാനൊരു ഓംലെറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഓംലെറ്റും മാഗിയൊക്കെ കഴിച്ച് തിരിച്ച് ഇറങ്ങി കേട്ടെ. ഇനിയിപ്പോ നമ്മൾ നേരെ അഡൽട്ട് ടണലിലേക്കാ പോകുന്ന. അപ്പം പിന്നെ നമ്മള് ഇപ്പൊ കഴിച്ചത് കൊണ്ട് ഏകദേശം വിശപ്പൊക്കെ മാറിയല്ലോ. ഇനിയിപ്പം നമുക്ക് അഡൽട്ട് ടണലിലേക്ക് നേരെ പോകാം, എങ്ങും നിർത്തുവൊന്നും വേണ്ട. ഇനിയിപ്പം എല്ലാരും ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങും, കാരണം എല്ലാരും ഇറങ്ങി തുടങ്ങി. കാരണം ഇനിയും ഇവിടെ നിക്കുന്നത് റിസ്കാ. കാരണം ഒത്തിരി ഇവിടെ, അതായത് രാത്രി ആയി കഴിഞ്ഞാൽ ഇതിലേ പോവാനും പറ്റില്ല. പിന്നെ മഞ്ഞ് പോവാൻ പറ്റും, ഐസ് റോഡിലേക്ക് വന്ന ഇതല്ലേ. അപ്പൊ എല്ലാരും ഈ സമയത്ത് തന്നെ ഇറങ്ങുമായിരിക്കും. ആരും ഇവിടെ നിക്കത്തൊന്നും ഇല്ല ഒത്തിരി നേരം. നമ്മളപ്പം നമ്മൾ ഇങ്ങോട്ട് കേറി ആ ഒരു സ്ഥലം എത്തി കേട്ടാ. എനിക്ക് നമ്മള് വെള്ളം മേടിച്ച സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ ഇത്. അവിടെ നമ്മള് വെള്ളമൊക്കെ മേടിച്ച ആ ഒരു സ്ഥലം. ഇനിയിപ്പോ നമ്മൾ ആ പാലം കയറി ഐസ് ഇല്ലാത്ത സ്ഥലത്തോട്ട് പോകും. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴൊരു പാലം കയറിയില്ലേ, ആ പാലം തന്നെ കയറി. ആ പാലം കയറി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകും. കാരണം ഈ സൈഡാണല്ലോ ഐസ് മലയുള്ളത്. നമ്മൾ ആ പാലം കയറി അങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് കൂടെ പോകും. അങ്ങനെയാ. ഇവിടെയൊക്കെ എല്ലായിടത്തും കണ്ട നമ്മൾ കണ്ട പോലത്തെ ചെറിയ ചെറിയ കടകളും മെയിൻ ഫുഡിൻ്റെതും പിന്നെ ഈ ചെറിയ ചെറിയ സ്വെറ്റർ പോലത്തെയൊക്കെ ഷോളും അതൊക്കെ കിട്ടണ പോലത്തെ കട കണ്ടോ. ഇവിടെയാണ് നമ്മളിങ്ങനെ കയറി വന്നപ്പോ ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ചെക്ക് പോയിന്റ് പോലെ ഇവിടെ നിർത്തുകയൊക്കെ ചെയ്ത് ഇവിടെ പാസ് ചോദിച്ചതും. നമുക്ക് ആ ഇത് മേടിക്കണം, ഫ്ലാഗ്. ഫ്ലാഗ് നമ്മള് മേടിച്ചിട്ട് ഇനി എന്തിനാ? അതിരുന്നോട്ടെ, അതൊരു രസമല്ല. കണ്ടോ, നമ്മള് പാലം കേറി ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവാ. അങ്ങനെ വെയിലൊക്കെ പോയി കേട്ടോ. 4 മണി ആയതേ ഉള്ളൂ, വെയിലൊക്കെ ഫുള്ള് പോയി. എനിക്ക് ഈ മലയുടെ പുറകിലായിട്ടായിരിക്കും സൺ, അപ്പം അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വെയിലടിക്കത്തില്ല. നമ്മളിപ്പം അഡൽട്ട് ടണൽ എത്താറായി. നമ്മള് വേഗം ഇറങ്ങി കേട്ടോ, താഴത്തേക്ക് ഇറങ്ങുന്ന വേഗം ഇറങ്ങും. നമുക്ക് ഒട്ടേ സമയം എടുത്തില്ല താഴത്തെ പാട്. ഇനിയിപ്പോ അഡൽട്ട് ടണൽ ഇപ്പൊ തന്നെ എത്തും നമ്മള്. ഇവിടെ നമ്മളെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, വെള്ളം അടിക്കുന്നതിന്. ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും മറ്റേ ഊതുന്ന ഇത് വെച്ച് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഊതിച്ച് കൊറേ വണ്ടികളെ നിർത്തി, എല്ലാ വണ്ടികളെ നിർത്തി. ഇപ്പൊ നല്ല രസമുണ്ട് കേട്ടോ, ഈ ഒരു വെയില് മങ്ങിയൊരു ഇതില് കാണാൻ വേണ്ടിട്ട് മലയൊക്കെ കണ്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങനെ പാറയാ, പാറക്കല്ല് പോലെ.
പാട്ടത്തൂടെ നമ്മുടെ ബീസ് റിവർ ഒഴുകി താഴത്തൂടെ ബീസ് റിവർ ഉണ്ട്. നമ്മളപ്പോ അടൽ ടണൽ എത്തി കേട്ടോ. ഞാൻ നേരെ കാണുന്നത് അടൽ ടണലാ. നമ്മൾ പെട്ടെന്ന് എത്തി താഴത്ത്. ഇനിയിപ്പോ നമുക്ക് റൂമിലേക്ക് ഏകദേശം എത്ര നേരം ഉണ്ട്? 1 മണിക്കൂറായിരിക്കും. 1 മണിക്കൂർ എടുക്കും. ലോറി സ്പീഡിനാ. ഫോൺ വരെ എന്റെ താഴെ പോയി. അയാളെ അത്രയും സ്പീഡ് വന്നിട്ട് കിട്ടാത്തതാണ് വെട്ടിച്ച ആ സൈഡില് കല്ല് കിടക്കുന്നിടത്ത് കേറിയിട്ട് ആ കല്ലാണ് തെറിച്ച് റോഡിലോട്ട് വന്നത്. എന്ത് സ്പീഡിലായി കുഞ്ഞു സ്ഥലത്തൂടെ പോകുന്നത്. ടാക്സിക്കാർ ഒട്ടും മോശമല്ല കേട്ടോ. ടാക്സി ഒഴിവാക്കുന്നതായിരിക്കും പോക്ക് കണ്ടിട്ട് നല്ലതാന്ന് തോന്നുന്നു. അവർക്ക് ചിലപ്പോ അറിയായിരിക്കും, എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഡ്രൈവിങ്ങിന്റെ കേസിൽ ഒരു നിമിഷം തെറ്റുന്നതാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. നമ്മളപ്പോ അടൽ ടണലിന്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ നല്ല തിരക്കാ. നമ്മള് രാവിലെ ഇതിലേ പോയില്ലേ, അതിനെക്കാട്ടിലും തിരക്കാ ഇപ്പൊ. ഇവിടെ ഫുള്ള് തണുപ്പും ആൾക്കാരൊക്കെ വിറച്ച് വിറച്ച് നിക്കുക കേട്ടാ. ഇത് കണ്ടോ, ഒരാളിവിടെ ചുരുണ്ടു കൂടി കിടന്ന് ഉറക്കുക കേട്ടോ. നമ്മളപ്പോ അടൽ ടണലിന്റെ താഴെ വന്ന് നമ്മളോർത്ത് കുറച്ചു നേരം ഒന്ന് നിന്നിട്ട് പോവാം. ഇനിയിപ്പോ ഉടനെ ഒന്നും ഈ കാഴ്ചകളൊന്നും നടക്കത്തില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര രസമുണ്ട്. കുറച്ചു നേരം ഇവിടെ ഒന്ന് നിന്നിട്ട് പോവാന്നോർത്ത. നമ്മളപ്പോ അടൽ ടണലിന്റെ അവിടെ കുറച്ചു നേരം ഇറങ്ങി നിന്നു. ഇനിയിപ്പോ നമ്മള് അടൽ ടണൽ കേറാൻ പോവാ കേട്ടാ. ഈ പെണ്ണൊക്കെ എങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കുന്നു എന്റെ അമ്മ. എന്ത് ഭയങ്കര തടുപ്പാട്ടാ. അയ്യോ, ചിലരൊക്കെ ഞങ്ങള് ഒരു പെണ്ണിനെ കണ്ട ചുരിദാറ് മാത്രം ഇട്ട് അതൊക്കെ ഇങ്ങനെ നിക്കുന്നത് അവരൊക്കെ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് കേറുമായിരിക്കും. അറിയില്ല. നമ്മളിതൊക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്ത് നമ്മളിപ്പോ 5 മിനിറ്റ് കൂടുതൽ നമ്മള് ഭയങ്കര തണുപ്പാണ്. കൊറേ നേരമൊക്കെ നിക്കാൻ കേട്ടോ. ഒരു പരിധി കൂടുതൽ നിക്കുമ്പോഴത്തേന് കാറ്റാണ് പ്രശ്നം. കാറ്റടിക്കുമ്പോഴത്തേന് തീരെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഗ്ലൗസും കൂടെ ഒരാളാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ നമ്മള് അടൽ ടണലിൽ കേറി പിന്നിപ്പോ മണാലിയോട് ബൈ പറഞ്ഞ് നമ്മുടെ ഭൂമിയിലേക്ക് പോവാം. നമ്മളെ അപ്പം എനിക്കൊന്ന് പുറത്ത് എത്താറായി. ഏകദേശം 50 കിലോമീറ്ററോളം ആവുന്നുണ്ട്. ഞാൻ വണ്ടി ഇങ്ങനെ നോക്കിയേക്കുവായിരുന്നിട്ട് അതേ ഒരു വെട്ടമൊക്കെ കണ്ടു തുടങ്ങി. അപ്പൊ നമ്മള് ടണലിന്ന് പുറത്തേക്ക് ഇറങ്ങാറായി. നമ്മള് മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട ആ ഒരു സ്ഥലം, അതായത് നമ്മള് അത് തന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് നമ്മളെ കൊണ്ടൊക്കെ ഇടിയിപ്പിച്ച് ഫോട്ടോ ഒക്കെ എടുത്തില്ല, ആ ഒരു സ്ഥലാട്ടാ ഇത്. കണ്ട ഇപ്പൊ കുറച്ചുകൂടെ മഞ്ഞായി. നമ്മള് രാവിലെ ഇത്രയും മഞ്ഞില്ലായിരുന്നേ നമ്മളങ്ങോട്ട് പോകുമ്പം. നമ്മളപ്പോ അടൽ ടണലൊക്കെ ഇറങ്ങി ആ ഒരു ടണലിന്റെ അവിടുന്ന് പുറത്തേക്കും വന്നപ്പോ ഇനിയിപ്പോ നമുക്ക് വാഷ്റൂം ഒന്ന് നോക്കണം. അവിടെ അടൽ ടണൽ ഇറങ്ങിയപ്പോ വാഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ വണ്ടി ഇടാനും സ്ഥലമില്ലായിരുന്നു. നമുക്ക് വേറെ എവിടെയെങ്കിലും പമ്പൊക്കെ കാണുമല്ലോ, അവിടെ നോക്കാന്ന് ഓർത്തെ. ഇപ്പം ഏകദേശം നല്ല വെയിലൊക്കെ നല്ല പോലെ പോയി. വെയിലേ ഇല്ല, ഒരു മൂടിയൊരു അങ്ങനെയാ. പക്ഷെ ഇന്നലെ നമ്മള് വന്നപ്പോ മലയിലൊക്കെ അത്യാവശ്യം വെയിലടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതും ഇല്ലെന്ന് തോന്നുന്നു. ഇന്നലെ 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ ഇരുട്ടി. ഇതിപ്പോ 4, 4:30
4:40 കണ്ട മഞ്ഞുമല നമുക്ക് കാണാവേ. ഒരു പമ്പും വയസ്സല്ല വർക്കിംഗ് എല്ലാം തോന്നുന്നു. ഇവിടെ സൈഡില് വഴിയരികിലൊക്കെ ആൾക്കാര് തീ കായാനൊക്കെ തീ കത്തിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, കടക്കാരൊക്കെ. നമ്മളപ്പം നേരത്തെ കേറിയില്ലേ ഇതേപോലത്തെ ഒരെണ്ണം, അതായത് ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ ഈ സെയിം ഇത് കേറിയായിരുന്നു. അപ്പൊ ഇതിന്റെ പൊക്കത്ത് നമുക്ക് അവിടുന്ന് വരുമ്പോ കാണാൻ പറ്റും മൊത്തം കല്ല് വീണ് കിടക്കുവാണ്. ഞാൻ അന്നേരം കല്ല് വീഴുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് കാണാം ഫുള്ള് കല്ല് വീണ് കിടക്കുന്ന. അപ്പൊ നമ്മള് ഏകദേശം ഇറങ്ങി നമ്മള് ഫുഡൊക്കെ കഴിച്ച ആ ഒരു സ്ഥലം എത്താറാകും. ഇപ്പം വലിയ ദൂരമില്ല അങ്ങോട്ടേക്കൊന്നും. നമ്മളപ്പം ഏകദേശം താഴത്തെത്തി കേട്ടോ. ഇനിയിപ്പോ നമ്മള് രാവിലെ ഫുഡ് മേടിച്ച കട നമുക്കൊന്നുകൂടെ അവിടെ നിർത്തണം. കാരണം അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നല്ലോ. അപ്പൊ നമുക്ക് വൈകിട്ടത്തേക്ക് ഇനി അവിടുന്നും ഫുഡ് മേടിച്ചുകൊണ്ട് പോവാന്ന് ഓർത്തു. പക്ഷെ ആ കടയുടെ ശരിക്കുള്ള സ്ഥലം നമുക്കറിയില്ല. പക്ഷെ ഏകദേശം ഒരു ഏരിയ കണ്ടാ നമുക്ക് മനസ്സിലാകും. അപ്പൊ അവിടെ നിന്ന് ഫുഡും കൂടെ മേടിച്ചിട്ട് പോവാന്ന് ഓർത്തെ. ഇത് കണ്ടോ, കുതിരയാണെന്ന് തോന്നുന്നു. കുതിരയുടെ വാല് പോലെ കുട്ടിക്കുതിരയാണോ അത്? ഷീപ്പ് സൈഡിൽ കൂടെ പോകുന്നു. റൈറ്റ് സൈഡിലൂടെ. അയ്യോ, അത് കാണാൻ പറ്റത്തില്ല കേട്ടോ, വണ്ടി അവിടെ കിടക്കുമ്പോ. ഷീപ്പിനെ ഇങ്ങനെ മേയിച്ചോണ്ട് പോകുക. പിന്നെ നമ്മളതിലെ പാസ് ചെയ്തപ്പോ യാക്കിന്റെ ഇത് റൈഡിനുള്ള യാക്കിനെ കെട്ടിട്ടേക്കും. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്കവിടെ നമ്മള് കൊറേ പാർക്ക് ചെയ്യാൻ നോക്കി, സ്ഥലം കിട്ടിയില്ല. പിന്നെ നമ്മളിങ്ങ് വിട്ടുപോകുന്നു. ഒട്ടും സ്ഥലമില്ലായിരുന്നു അവിടെ നിർത്താനായിട്ട്. പിന്നെ നമ്മള് അടിച്ചു വിട്ടു പോകുന്നു. അപ്പൊ ഇങ്ങ് താഴെ സ്ഥലം കിട്ടി. പിന്നെ അവിടെ വരെ തിരിച്ച് നടന്ന് കയറ്റം കേറി പോകണം. അതുകൊണ്ട് പിന്നെ നമ്മള് അതിന് ചിന്തിക്കില്ല. ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. നമ്മളിപ്പോ കൊറേ നേരമായി ഇവിടെ ഇങ്ങനെ കിടക്കാം. 6 കിലോമീറ്റർ പോകാൻ അരമണിക്കൂറാണ് കേട്ടോ. ഭയങ്കര എന്താ സംഭവം അറിയത്തില്ല കേട്ടോ. കൊറേ നേരമായി നമ്മളിങ്ങനെ കിടക്കുന്നു. ഫ്രണ്ടിൽ എന്താന്നൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര ഇരുട്ട് പോലെയായേ. 5:18 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു 6:30 7 ആവണ ഒരു ഇതായി പുറത്ത്. ക്യാമറയിൽ കുറച്ചുകൂടെ വെട്ടം കാണും, പക്ഷെ ശരിക്കും അത്ര വെട്ടമില്ല. നമ്മള് കൊറേ നേരം ബ്ലോക്കിൽ കിടന്നു കേട്ടോ. എന്നിട്ട് ഇപ്പം എന്താ വെച്ചാ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അടുപ്പിച്ച് നമ്മള് ബ്ലോക്കിൽ കിടന്നു. പിന്നെ നമ്മൾ അവിടെ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ റോഡിന്റെ എന്തോ പണി കാരണന്നൊക്കെയാ പുള്ളി പറഞ്ഞത്. പിന്നെ നമ്മള് 1 മണിക്കൂറോളം കിടന്നിട്ടാ കേറിപ്പോന്നു. ഇപ്പൊ നമ്മള് ഏകദേശം ഹോട്ടലെത്തി. അപ്പൊ നമ്മള് ഫുഡ് രാവിലെ വാങ്ങി കഴിച്ച കടയിൽ കയറി വാങ്ങാന്ന് ഓർത്ത. പക്ഷെ നമ്മള് വന്നപ്പം നോക്കിയിട്ട് ആ കട കണ്ടതേ ഇല്ല. ഇനി നമ്മള് ശ്രദ്ധ വെക്കാതെ കഴിഞ്ഞു പോയോന്നും അറിയില്ല. അപ്പൊ നമ്മള് ഹോട്ടലെത്തി. അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാന്ന് ഓർത്തു. അതാണ് നമ്മുടെ ഹോട്ടലെത്തി. നമ്മള് റൂമിലേക്ക് പോകുക.